ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പിയൂൺ അറ്റൻഡർ ഈ വിഭാഗത്തിൽ ഇതേ ക്വാളിഫിക്കേഷൻ വരുന്ന ഈ വിഭാഗത്തിലൊരു മുൻവർഷ ചോദ്യപേപ്പറാണ്. ഇത് 58/2015 അറ്റൻഡർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ വിഭാഗത്തിൽ 11/4/2015 ചോദിച്ച ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 2013 നവംബർ മാസം ആദ്യം ഫിലിപ്പൈൻസിൽ വൻ ദുരന്തം വിതച്ച കൊടുങ്കാറ്റിൻ്റെ പേരെന്താണ്? ഹായ് യാൻ എന്നാണ് 2013 നവംബർ മാസം ആദ്യം ഫിലിപ്പൈൻസിൽ വൻ ദുരന്തം വിതച്ച കൊടുങ്കാറ്റിൻ്റെ പേര്. പേരയ്ക്ക, സപ്പോട്ട, മധുരക്കിഴങ്ങ്, ചോളം, വാനില, തക്കാളി എന്നിവയുടെയെല്ലാം ജന്മദേശം ഏതു രാജ്യമാണ്? മെക്സിക്കോയിലാണ് പേരയ്ക്ക, സപ്പോട്ട, മധുരക്കിഴങ്ങ്, ചോളം, വാനില, തക്കാളി ഇവയുടെയെല്ലാം ജന്മസ്ഥലം. ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കി പുറന്തള്ളുന്ന അവയവം ഏതാണ്? വൃക്കയാണ് ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കി പുറന്തള്ളുന്ന അവയവം. ജീവിക്കുന്ന ഫോസിൽ വനങ്ങളായി വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏതാണ്? ചോലവനങ്ങളാണ് ജീവിക്കുന്ന ഫോസിൽ വനങ്ങളായി വിശേഷിപ്പിക്കുന്ന വനങ്ങൾ. കടലിൻ്റെ നീലനിറത്തിൻ്റെ കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമനാണ് കടലിൻ്റെ നീലനിറത്തിൻ്റെ കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ. അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ഗൂർഖാലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ് ഗൂർഖാലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടക്കുന്നത്. ഡോക്ടർ സലീം അലി ഏതു മേഖലയിലെ പ്രസിദ്ധനായ വ്യക്തിയാണ്? പക്ഷി നിരീക്ഷണ രംഗത്തെ പ്രശസ്തനായ വ്യക്തിയാണ് ഡോക്ടർ സലീം അലി. പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട സത്യമംഗലം കടുവ സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ് പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട സത്യമംഗലം കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. കേരള സർക്കാരിൻ്റെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞൻ ആരായിരുന്നു? ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരാണ് കേരള സർക്കാരിൻ്റെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞൻ. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ച ദിവസം ഏതാണ്? നവംബർ 5, 2013. 2013 നവംബർ 5 ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ വിക്ഷേപിച്ച ദിവസം. 2020 ഒളിമ്പിക്സ് നടക്കുന്നത് ലോകത്തിലെ ഏത് പ്രസിദ്ധ നഗരത്തിലാണ്? രണ്ടാമത്തെ തവണയാണ് ആ നഗരം ഒളിമ്പിക്സിന് വേദിയാകുന്നത്. ടോക്കിയോ. ജപ്പാനിലെ ടോക്കിയോയിലാണ് 2020 ഒളിമ്പിക്സ് നടക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ തവണയാണ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. എവിടെയാണത്? പാട്യം. കണ്ണൂരിലെ പാട്യം എന്ന സ്ഥലത്താണ് വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂളിൽ പ്രവേശനം ലഭിക്കാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്കം സംഘടിപ്പിച്ചതാരാണ്? അയ്യങ്കാളിയായിരുന്നു കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും
സ്കൂളിൽ പ്രവേശനം ലഭിക്കാനും വേണ്ടി തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ പണിമുടക്കം സംഘടിപ്പിച്ചത്? SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവിയായിരുന്നു. കുമാരനാശാൻ. കുമാരനാശാൻ SNDPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവിയായിരുന്നു. ലോക മലാല ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂലൈ 12. ജൂലൈ 12 ലോക മലാല ദിനമായി ആചരിക്കുന്നത്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആഗ്ര. ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 55 സ്ഥാനം. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 55 ആയിരുന്നു. മിനറൽ ഓയിൽ എന്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? പെട്രോളിയം ഉൽപ്പന്നം. പെട്രോളിയം ഉൽപ്പന്നത്തിൽ നിന്നാണ് മിനറൽ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയുടെ നിയന്ത്രകനായ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് അഥവാ സെബിക്ക് 2013 25 വയസ്സ് തികഞ്ഞു. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. മുംബൈയിലാണ് സെബിയുടെ ആസ്ഥാനം. 2013 ഇതിന് 25 വയസ്സ് തികഞ്ഞു. മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദറാണ് മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നേതാവ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത നേതാവ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് എന്ന നാടകം രചിച്ചത്. താഴെ പറയുന്നവരിൽ ആരാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തത്? EMS. EMS ആണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തത്. സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന സന്ദേശം ആരാണ് നൽകിയത്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ എന്ന സന്ദേശം നൽകിയത്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം? ആസാം. ആസാമാണ് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷവും തീയതിയും കൃത്യമായി എഴുതുക. 1956 നവംബർ 1. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സുപ്രസിദ്ധ കൃതി ഏതാണ്? അഗ്നിച്ചിറകുകൾ. വിങ്സ് ഓഫ് ഫയർ. അഗ്നിച്ചിറകുകളാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സുപ്രസിദ്ധ കൃതി. സഞ്ജു വിശ്വനാഥ് സാംസൺ ഏത് കായിക മേഖലയിൽ പ്രശസ്തനായ കേരളീയനാണ്? ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിയിൽ പ്രശസ്തനായ കേരളീയനാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥാപിച്ചത്? ഡൽഹി. ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. ബാലവേല നിരോധന നിയമം നിലവിലുള്ള രാജ്യമാണ് ഇന്ത്യ. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? 14 വയസ്സ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ബാലവേല നിരോധന നിയമത്തിന് കീഴിൽ വരുന്നത്. പോരാടുക അല്ലെങ്കിൽ മരിക്കുക ആരുടെ മുദ്രാവാക്യമാണിത്? ഗാന്ധിജി. ഗാന്ധിജിയുടെ മുദ്രാവാക്യമാണ് പോരാടുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. തെക്കു പടിഞ്ഞാറൻ ദിക്കിൽ നിന്ന് വരുന്ന കാലവർഷത്തിൻ്റെ പേര് മൺസൂൺ എന്നാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചതാരാണ്? അറബികൾ. അറബികളാണ്
തെക്ക് പടിഞ്ഞാറൻ ദിക്കിൽ നിന്ന് വരുന്ന കാലവർഷത്തിൻ്റെ പേര് മൺസൂൺ എന്ന് വിശേഷിപ്പിച്ചത്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി എന്നാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര്. പഴശ്ശിയുടെ സഹപോരാളിക്ക് വയനാട്ടിലെ പനമരത്ത് സ്മാരകം പണിതിട്ടുണ്ട്, സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. പ്രസ്തുത പോരാളിയുടെ പേരെന്താണ്? തലക്കൽ ചന്തു. പഴശ്ശിയുടെ സഹപോരാളിക്ക് വയനാട്ടിലെ പനമരത്ത് സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തലക്കൽ ചന്തു എന്നാണ്. സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. ആരുടെ ജന്മദിനമാണിത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. ഇത് അധ്യാപക ദിനമായി ആചരിക്കുന്നു. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു? സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് ആണ് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു. ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതു ലവണങ്ങളെയും ഇരുമ്പിൻ്റെ അംശങ്ങളെയും സംഭരിച്ചു വെക്കുന്ന അവയവം ഏതാണ്? കരൾ. കരളാണ് ശരീരത്തിലെത്തുന്ന വിറ്റാമിനുകളെയും ധാതു ലവണങ്ങളെയും ഇരുമ്പിൻ്റെ അംശങ്ങളെയും സംഭരിച്ചു വെക്കുന്ന അവയവം. മരുഭൂമിയിൽ മണൽ ശേഖരിച്ച് നിക്ഷേപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്? കാറ്റ്. കാറ്റാണ് മരുഭൂമിയിൽ മണൽ ശേഖരിച്ച് നിക്ഷേപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ആലീസ് അത്ഭുത ലോകത്തിൽ എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? ലൂയി കരോൾ. ലൂയി കരോളിന്റെ പ്രശസ്തമായ ഒരു രചനയാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ്, ആലീസ് അത്ഭുത ലോകത്തിൽ. കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവമാണ്. കയ്യൂർ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്നത്. കയ്യൂർ സമരം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കേരളത്തിലെ 6ാമത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത് എവിടെയാണ്? മഞ്ചേരി. മഞ്ചേരിയിലാണ് കേരളത്തിലെ 6ാമത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായിരിക്കുന്നത്. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ മിനിമം പ്രായം എത്രയാണ്? 30 വയസ്സ്. 30 വയസ്സാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ മിനിമം പ്രായം. താഴെ പറയുന്നവയിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്ത് സമ്പാദനം. സ്വത്ത് സമ്പാദനം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉൾപ്പെടാത്ത ഒന്നാണ്. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി ഏതു രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? മ്യാൻമർ. മ്യാൻമറിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. 2013 രാസായുധ പ്രയോഗത്തിലൂടെ ആയിരങ്ങൾ മരണപ്പെട്ട പശ്ചിമേഷ്യൻ രാജ്യം? സിറിയ. സിറിയയാണ് 2013 രാസായുധ പ്രയോഗത്തിലൂടെ ആയിരങ്ങൾ മരണപ്പെട്ട പശ്ചിമേഷ്യൻ രാജ്യം. കമ്പ്യൂട്ടർ രംഗത്ത് കണ്ടുപിടുത്തത്തിന് പ്രശസ്തനായ ഡഗ്ലസ് എംഗൽബർട്ട് അടുത്ത കാലത്ത് അന്തരിച്ചു. ഏത് കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹം പ്രശസ്തനായത്? മൗസ്. മൗസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡഗ്ലസ് എംഗൽബർട്ട്. അദ്ദേഹം ഈയടുത്ത് അന്തരിച്ചുപോയി. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.